ഹലോ, ഞാൻ തെഹസീൻ. എക്കണോമിക്സിൽ മെൻറ്ററായിട്ടാണ് ലേൺവൈസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എം.എ എക്കണോമിക്സിൽ ഒരു പേപ്പറായിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിലുള്ള ഫസ്റ്റ് യൂണിറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് എക്കണോമിക് ഗ്രോത്ത് കൺസെപ്റ്റ് ആൻഡ് മെഷർമെൻറ്റ്. യൂണിറ്റിന്റെ പേര് പോലെ തന്നെ ഇതിൽ പഠിക്കാനുള്ളതും എക്കണോമിക് ഗ്രോത്തിന്റെ കൺസെപ്റ്റും അതിന്റെ മെഷർമെന്റും ഈ ഗ്രോത്തിന്റെ ടൈപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ്. ഫസ്റ്റ് ആയിട്ട് എന്താണ് എക്കണോമിക് ഗ്രോത്ത്? അതിന്റെ ഡെഫിനിഷൻ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് റിസോഴ്സസ് ആർ യൂസ്ഡ് ഇൻ ന്യൂ വേസ് ടു ക്രിയേറ്റ് മോർ വാല്യൂ ഫോർ സൊസൈറ്റി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനും അതുപോലെ നമ്മുടെ GDP ഔട്ട്പുട്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്ത് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വളർച്ച. ഓക്കെ, അപ്പൊ ഈ ഒരു സാമ്പത്തിക വളർച്ച അതിന്റെ ഡെഫിനിഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. റാപ്പിഡ് എക്സ്പാൻഷൻ ദാറ്റ് മൂവ്സ് എ കൺട്രി ഫ്രം സബ്സിസ്റ്റൻസ് ടു ഹയർ ലെവൽ ഇൻ എ ഷോർട്ട് പീരിയഡ് ഡിക്കേഡ്സ് നോട്ട് സെഞ്ചുറീസ്. അതായത് ചെറിയ കാലയളവിലുള്ള പെട്ടെന്നുള്ള മാറ്റം അത് ആ ഒരു രാജ്യത്തിന് എന്താണ് ഹയർ ലെവലിലോട്ടൊരു വളർച്ച കൊണ്ടുവരുന്നു. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് എക്കണോമിക് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. അതായത് ടിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കാം, ദിവസങ്ങൾ കൊണ്ടാവാം, ആഴ്ചകൾ കൊണ്ടാവാം, ഒരിക്കലും എന്തല്ല സെഞ്ചുറീസ് വൈസ് അല്ല എന്നാണ് പറയുന്നത്. അതായത് ചുരുങ്ങിയ ഒരു കാലയളവിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വലിയൊരു വളർച്ച ഉണ്ടാവുന്നത് സാമ്പത്തികമായിട്ടെന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലി ഉള്ള ഗ്രോത്തിനെയാണ് പറയുന്നത്. ഓരോ മനുഷ്യരുടെയും ഇൻകം കൂടുന്നതും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ അടുത്ത് നോക്കാൻ പോകുന്നത്. അതായത് ഇവിടെ ഒന്നാമത് പറയുന്നത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ആൻഡ് വാല്യൂ ആഡഡ് ഓവർ ടൈം. അതായത് നമുക്കറിയാം എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് അതിന്റെ പ്രൊഡക്ഷൻ എന്താണ് കൂടുന്നുണ്ട്. അങ്ങനെ കൂടുന്തോറും അതിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തതാണ് കണ്ടിന്യൂസ് എക്സ്പാൻഷൻ, നോട്ട് ജസ്റ്റ് വൺ ടൈം ചേഞ്ചസ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സസ്റ്റെയിൻ ആയിട്ടുള്ള പ്രോസസ് ആണ്. ഇതൊരിക്കലും എന്തല്ല ഒരു വൺ ടൈം ആയിട്ടുള്ള, അതായത് ഒറ്റ തവണ മാത്രം കൂടുന്ന ഒരു കാര്യമല്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടേമിലോട്ടുള്ളതാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തത് ഔട്ട്പുട്ട് എക്സ്പാൻഷൻ ക്യാൻ ബി എക്സ്റ്റെൻസീവ്, ടോട്ടൽ ഔട്ട്പുട്ട് ഓർ ഇന്റൻസീവ് പെർ ക്യാപിറ്റ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഈ എക്സ്റ്റെൻസീവും ഇന്റൻസീവും ആയിട്ടുള്ള ഗ്രോത്ത്? എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് കൂടുക. മേ ബി അതോടൊപ്പം ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ പോപ്പുലേഷൻ കൂടുന്നതും എന്താണ്, എക്സ്റ്റെൻസീവ് ആണ്. ഓക്കെ, അതുപോലെ ഇന്റൻസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് ഇൻഡിവിജ്വലി ഉള്ള കണക്കാണ്. അതായത് പെർ ക്യാപിറ്റ ഔട്ട്പുട്ട്, അതായത് ഓരോ ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ ഇൻകം കൂടുന്നത് കാര്യങ്ങളിലാണ് നമ്മൾ ഇന്റൻസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പിന്നെ നാലാമത്തതാണ് എന്താ, ഇന്റൻസീവ് ഗ്രോത്ത് മാറ്റേഴ്സ് ഫോർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതായത് ഇന്റൻസീവ് ആയിട്ടുള്ള ഗ്രോത്ത് നമ്മൾ പറഞ്ഞു പെർ ക്യാപിറ്റ കാര്യങ്ങളൊക്കെ കൂടുന്നതാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ഇൻഡിവിജ്വലി ഒരാളുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അയാളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ടാവും, കൂടുന്നുണ്ടായിരിക്കും അല്ലെ. അതാണ് ഇന്റൻസീവ് ഗ്രോത്ത് മാറ്റേഴ്സ് ഫോർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവിത നിലവാരം. അപ്പോൾ ഒരാളുടെ ഇൻകം കൂടുമ്പോൾ അയാൾ എന്താണ് മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് മാറാൻ പറ്റും. അതുപോലെ അഞ്ചാമത്തത് ഔട്ട്പുട്ട് കപ്പാസിറ്റി ആൻഡ് യൂട്ടിലൈസേഷൻ മാറ്റേഴ്സ്. അതായത് നമുക്ക് എത്രമാത്രം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മൾ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ കണക്കുകളാണ് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു 100% നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നമ്മൾ ഒരു 80% ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്തുണ്ട്, അവിടെ ആ 20% നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു കണക്ക് നമുക്ക് അവിടെ കിട്ടും അല്ലെ. അപ്പൊ എത്രമാത്രം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതും എത്രമാത്രം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെയും കണക്കുകളാണ് പറയുന്നത്. അടുത്തത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്സ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് വർക്ക് ഫോഴ്സ് സ്കിൽസ്. അതായത് ഈ ഗ്രോത്തില് നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മാത്രമല്ല നമ്മുടെ ലേബേഴ്സിന്റെ സ്കില്ലും അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഫ്രം റൂറൽ അഗ്രികൾച്ചർ ടു അർബൻ ഇൻഡസ്ട്രി. അതായത് നമ്മൾ പറഞ്ഞു ലേബേഴ്സിന്റെ സ്കിൽസും എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും അവിടെ നിന്ന് എങ്ങോട്ടൊക്കെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ടും അതുപോലെ ഒരു സർവീസ് സെക്ടറിലോട്ടൊക്കെ എന്ത് ചെയ്യും, അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം അവിടെ എന്താണ്, സ്കിൽസ് ഡെവലപ്പ് ആവുന്നുണ്ട്.
അടുത്തതാണ് ഇൻക്രീസ്ഡ് ചോയ്സസ് ആൻഡ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. അതായത് ഈ ഒരു ഗ്രോത്ത്, അതായത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തരുന്നുണ്ട്. ഇപ്പൊ ഒരു സെക്ടറിൽ ഒരു ഗ്രോത്ത് ഉണ്ടായെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. അങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ എന്താണ് അൺഎംപ്ലോയ്മെന്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ ജോലിക്ക് പോകാൻ പറ്റും. ബെറ്റർ ഇൻകം കിട്ടും. ബെറ്റർ ഇൻകം കിട്ടുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യും? മാറ്റങ്ങൾ വരും. അപ്പൊ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അവർക്കും സേവിങ്സ് ആയിട്ട് വെക്കാനും അവർക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ വന്നു തുടങ്ങും. അവിടെയും എന്തായി? ഒരു ഗ്രോത്ത് വന്നു അല്ലെ? അതാണ് പറഞ്ഞത്. ഇൻക്രീസ്ഡ് ചോയ്സസ് ആൻഡ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഓക്കെ, ക്യാൻ ലീഡ് ടു ഹെൽത്തിയർ ആൻഡ് ബെറ്റർ എഡ്യൂക്കേഷൻ പോപ്പുലേഷൻ. അതായത് ഗ്രോത്തിന് അതുപോലെ ഈ ഒരു ഹെൽത്ത് കെയറിന്റെ സെക്ടറിലും അതുപോലെ എഡ്യൂക്കേഷന്റെ സെക്ടറിലും എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അത് ഉറപ്പല്ലേ? കാരണം നമ്മൾ ഈ ഒരു സൈഡിൽ, അതായത് ഒരു ഭാഗത്ത് ഒരു ഗ്രോത്ത് ഉണ്ടായെന്ന് വിചാരിക്കാം. ആ ഒരു ഗ്രോത്ത് ഉണ്ടായി അവിടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് വന്നു, സാങ്കേതിക വിദ്യകൾ ടെക്നോളജി ഒരുപാട് വന്നു, നല്ല ക്ലിനിക്ക് കാര്യങ്ങളൊക്കെ വരുന്നു, ബെറ്റർ എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടുന്നു. അതെന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും, മറ്റു ഭാഗങ്ങളിലേക്കും അതെന്ത് ചെയ്യും? ഭാഗിക്കാൻ തുടങ്ങും അല്ലേ? അടുത്തതാണ് ക്രിയേറ്റ് പൊട്ടൻഷ്യൽ ഫോർ സൊസൈറ്റിയൽ പ്രോഗ്രസ്. അതായത് ഗ്രോത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ പുതിയ ടെക്നോളജി അഡ്വാൻസ്മെന്റിലോട്ടും അതുപോലെ ഇന്നോവേഷൻസിലോട്ടും ഒരു സോഷ്യൽ ഡെവലപ്മെന്റിലോട്ട് നയിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തതായിട്ട് പറയുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ എക്കണോമിക് ഗ്രോത്ത് എന്താണ് അതുപോലെ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൽ ഉണ്ടാവുന്ന ഒരു ഇൻക്രീസ് മാത്രമല്ല, അത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? GDP NDP വെച്ചിട്ടാണ്. പക്ഷെ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതൊരു ബ്രോഡർ കൺസെപ്റ്റ് ആണ്. അത് മാത്രമല്ല അതൊരു സ്ട്രക്ചറൽ ചേഞ്ചസ് കൂടെ ഒരു ഗ്രോത്തിനപ്പുറം ഒരു സ്ട്രക്ചറൽ ചേഞ്ചസ് കൂടെ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് അത് എന്നുള്ളതാണ് ഞാൻ അടുത്ത് നോക്കുന്നത്. ഷിഫ്റ്റ് ഇൻ ദ സെക്ടറൽ കോമ്പോസിഷൻ ഓഫ് ഔട്ട്പുട്ട്, അതായത് ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ, റൈസ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സർവീസസ്. അതായത് ഇപ്പൊ അഗ്രികൾച്ചർ സെക്ടറിൽ നമുക്ക് ചെറിയൊരു ഡിക്ലൈൻ വന്നെന്ന് വിചാരിക്കാം. നമ്മുടെ GDP എന്ത് ചെയ്യും? കുറയും അല്ലെ? എന്നാൽ അതേ സമയം ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തെയാണ്? അവിടുത്തെ മാനുഫാക്ചറിങ് കൂടുന്നുണ്ടെങ്കിൽ, അവിടെ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? GDP കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സർവീസ് സെക്ടറിലും എന്താണ്? ഫിനാൻസിലും ഹെൽത്ത് കെയറിലും ടെക്നോളജി വൈസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലാർജർ കോൺട്രിബ്യൂഷൻ അവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത പോയിന്റ്, ചേഞ്ച് ഇൻ ദ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ഓഫ് ദ ലേബർ ഫോഴ്സ്. ലേബർ ഫോഴ്സ് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രീസ് ആൻഡ് സർവീസസ് അല്ലെ? അതായത് വർക്ക് നമ്മൾ പറഞ്ഞിരുന്നു, ലേബേഴ്സിന്റെ സ്കില്ല് എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ആവുന്നുണ്ട്. അങ്ങനെ ഡെവലപ്പ് ആവുമ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് ബെറ്റർ ആയിട്ട് കിട്ടുന്ന ഒരു ബെറ്റർ ക്വാളിറ്റി കിട്ടുന്ന അല്ലെങ്കിൽ മറ്റു ബെറ്റർ ആയിട്ട് ഇൻകം കിട്ടുന്ന ഒരു മേഖലയിലോട്ട് എന്ത് ചെയ്യും? അവർ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങും അല്ലെ? അപ്പോ ഒരു അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും അവർ എങ്ങോട്ട് മൂവ് ചെയ്യും? ഹയർ സ്കിൽഡ് ജോബ്സ് ഒക്കെ കിട്ടുന്ന ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ടും സർവീസ് സെക്ടറിലോട്ടും അവർ എന്ത് ചെയ്യും? മൂവ് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. അടുത്തത് ഇംപ്രൂവ്മെന്റ് ഇൻ ദ ലേബർ സ്കിൽസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. വർക്കേഴ്സിന് എന്താണ് ഈ പറയുന്ന പോലെ കൂടുതലായിട്ട് സ്കിൽസ് ഉണ്ട്. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ സ്കില്ല് വർദ്ധിക്കുന്നതോടുകൂടി അതുകൊണ്ട് എന്തു പ്രയോജനമുണ്ട്? പ്രൊഡക്ഷൻ ഇൻക്രീസസ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ അതിനാവശ്യമായിട്ടുള്ള ഈ ഒരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ, അതിനനുസരിച്ചുള്ള ട്രെയിനിങ് എന്നുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യും? വർദ്ധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത പോയിന്റ് ആണ് ഗ്രേറ്റർ ഗ്രേറ്റർ സോഷ്യൽ ജസ്റ്റിസ് ത്രൂ റിസോഴ്സസ് അലോക്കേഷൻ. അതായത് എക്കോണമി ഗ്രോ ചെയ്യുന്നതോടൊപ്പം അവിടെ ആ ഒരു റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? ഇനീക്വാലിറ്റീസ് കുറയും, പോവേർട്ടി കുറയും, പ്രോപ്പർ ആയിട്ട് എല്ലായിടത്തും നമുക്ക് ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഇനീക്വാലിറ്റീസ് ഇല്ലാതെ പോവേർട്ടി ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോ? എക്കണോമി ഡെവലപ്മെന്റ് ആവുന്ന സമയത്ത് എന്നുള്ളതാണ് പറയുന്നത്. ഗ്രോ ചെയ്യുന്ന സമയത്ത് ആണ് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലോട്ട് പോവാം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആർ ഓഫ്റ്റൻ യൂസ്ഡ് ഇന്റർചേഞ്ചബിളി ബട്ട് ദേ ഹാവ് ഡിസ്റ്റിങ്ക്ട് മീനിങ്. അതെ, അതായത് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അത് റിയൽ ഇൻകം ബേസിൽ അല്ലെങ്കിൽ GDPയുടെ ബേസിലാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു കോൺട്രിബ്യൂഷൻസ് അതെന്ത് ചെയ്യും? നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടും. നമ്മുടെ ഇൻകം കൂടുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും എന്ന് പറയുന്ന പോലെ.
ഓക്കെ. അതുപോലെ പക്ഷെ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അത്യാവശ്യമാണ്. പക്ഷെ എന്തല്ല? ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സഫിഷ്യന്റ് അല്ല എന്നുള്ളതാണ്. ഗ്രോത്ത് നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് അത്യാവശ്യമാണ്. ഇൻഡിവിജ്വലി എല്ലാം നമുക്ക് എന്ത് വേണം? ഗ്രോത്ത് വേണം. പക്ഷെ അതെന്തല്ല? സഫിഷ്യന്റ് അല്ല. എന്തിന്? ഡെവലപ്മെന്റിന്. ഓക്കെ. അപ്പൊ അതെന്തൊക്കെയാന്നുള്ളതാണ് പറയുന്നത്. ഈ നമ്മൾ പറഞ്ഞു ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ബോർഡർ കൺസെപ്റ്റ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പറയുന്നത് ഇപ്പോ ആവറേജ് ഇൻകം, അതായത് ആവറേജ് പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഇൻകം ഓൺലി ഷോസ് ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണ്. അതായത് നമ്മൾ ഈ ഒരു ആവറേജ് ഇൻകത്തിനെ നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. അങ്ങനെയാണ് നമ്മൾ ആവറേജ് ഇൻകത്തിനെ നമ്മൾ കാണിക്കുക, റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ അതിനകത്ത് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നില്ല. അതിനകത്ത് വരുന്ന ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? അതായത് ഈ ടോട്ടൽ പോപ്പുലേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ ആളുകൾക്കും പ്രോപ്പർ ആയിട്ട് അങ്ങനെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒക്യുപ്പേഷണൽ സ്ട്രക്ചറിൽ, ഈ ഒരു സ്ട്രക്ചർ ഷെറിൽ പറഞ്ഞ പോലെ അഗ്രികൾച്ചറൽ സ്ട്രക്ചറിൽ നിൽക്കുന്നവർക്ക്, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിൽക്കുന്നവർക്ക്, ഇവിടെയൊക്കെ എന്താണ്, ചില ആളുകളുടെ കയ്യിൽ മാത്രം ഒരുപാട് വെൽത്ത് നിൽക്കുന്ന പോലത്തെ പല സിറ്റുവേഷൻസും നമുക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലെ? നമ്മൾ കാണിക്കുമ്പോൾ പെർ ക്യാപിറ്റ നമുക്ക് ഇൻകം കാണിക്കുമ്പോൾ ഈ ഒരു എമൗണ്ട് കാണിക്കാൻ പറ്റും. കാരണം അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള ഒരു അനുമാനം മാത്രമാണ്. പക്ഷെ റിയൽ ആയിട്ട് നോക്കുവാണെങ്കിൽ അതിനകത്തോട്ട് നോക്കുമ്പോൾ എന്തില്ല? അവിടെ ഇൻകം പ്രോപ്പർ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് എന്താണ്, ഇനീക്വാളിറ്റീസ് ഉണ്ട്, പോവർട്ടി ഉണ്ട്, എല്ലാം ഉണ്ട്. അതെ, അങ്ങനെ എന്താ പറയാ, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവത്തില്ല? ഈ ഒരു ഇനീക്വാളിറ്റീസോ പോവർട്ടിയോ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവത്തില്ല അല്ലെ? അത്തരം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതുപോലെ ഒക്യുപ്പേഷൻ സ്ട്രക്ചറിലും ഈ ഒരു ചേഞ്ചസ് എങ്ങനെയാണെന്നുള്ളത് അവിടെ എന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നില്ല. വ്യക്തമായിട്ട് നമ്മൾ അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. സ്ട്രക്ചറൽ ഷെയർസ്, അഗ്രികൾച്ചറിൽ എത്ര ഷെയർസ് ഉണ്ട്, അതുപോലെ ഇൻഡസ്ട്രിയൽ എങ്ങനെയാണ് എന്നുള്ളതും എന്ത് ചെയ്യുന്നില്ല? മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അടുത്തത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രോത്തിനെയാണ് പറയുന്നത്. എത്ര ടൈപ്പ് ഗ്രോത്ത് ഉണ്ട്, എങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. എക്കണോമിക് ഗ്രോത്ത് റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ ദ വേരിയബിൾസ് വാല്യൂ എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റേജ്. അതായത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു വാരിയബിൾസ് ആണ്. ഓരോ വാരിയബിൾസിന്റെ വാല്യൂനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? പെർസെന്റേജ് ആയിട്ടാണ്. പെർസെന്റേജ് ആയിട്ടാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എക്കണോമിക് ഗ്രോത്ത് റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ GDP. അതെ, GDP-യിലുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് അല്ലെ? GDP ആദ്യം ഇത്രയായിരുന്നു, അതിൽ നിന്നും ഇത്രയും ഉയർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ചേഞ്ചസ്, അത്രയും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ പറയും അല്ലെ? അതുപോലെ പോപ്പുലേഷൻ ഗ്രോത്ത് റെഫേഴ്സ് ടു ദ ചേഞ്ച് ഇൻ ദ പോപ്പുലേഷൻ. ഗ്രോത്ത് എന്ന് പറയുന്നതിന്റെ ടേമിന്റെ ക്ലിയർ ആയിട്ട് മനസ്സിലായോ? വേരിയബിൾ, അതായത് ആ ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഏതും വേരിയബിൾ ആവാം, GDP ആവാം, പോപ്പുലേഷൻ ആവാം, ഏതും ആകാം. അപ്പൊ അതിന്റെ വേരിയബിൾ, അതിലുണ്ടാകുന്ന പോപ്പുലേഷൻ ഗ്രോത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. പോപ്പുലേഷൻ ഗ്രോത്ത് റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ പോപ്പുലേഷൻ. പോപ്പുലേഷൻ എങ്ങനെയാ നമ്മൾ എത്ര ചേഞ്ച് ഉണ്ടോ നമ്മൾ എങ്ങനെയാ നോക്കുന്നത്? ആദ്യം എടുത്തൊരു കണക്ക് നോക്കും, അതിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട്. രണ്ടാമത് എടുത്തൊരു കണക്ക് നോക്കും. ഇപ്പൊ കഴിഞ്ഞ വർഷം പോപ്പുലേഷൻ എത്രയായിരുന്നു? 1 കോടിയായിരുന്നു എന്ന് വിചാരിക്കാം. ഈ വർഷം അത് 2 കോടി ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എത്രയാ വരുന്നത്? 1 കോടി. അപ്പൊ ഈ ഒരു വർഷത്തിൽ 1 കോടി എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രോ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറയും അല്ലെ? അതാണ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഗ്രോത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു വാരിയബിൾസിന്റെ വാല്യൂ, ആ ഒരു ഗ്രോത്തിനെ നമ്മൾ പെർസെന്റേജ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഗ്രോത്ത്, ഈ നമ്മൾ 2 രീതിയിൽ നമുക്ക് ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ബേസ് ഇയർ വാല്യൂസും അതുപോലെ ടെർമിനൽ ഇയർ വാല്യൂസും. ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ പറഞ്ഞു 2 രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനൊന്ന് ബേസ് ഇയർ വാല്യൂസും മറ്റൊന്ന് ടെർമിനൽ ഇയർ വാല്യൂസും ആണ്. ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് മതി? ബേസ് ഇയറും ടെർമിനൽ ഇയർ വാല്യൂസും മാത്രം മതി. എന്നാൽ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബേസ് ഇയറിനോടും ടെർമിനൽ ഇയറിനോടും കൂടെ എന്ത് വേണം? ലോഗും കൂടെ വേണം. ലോഗരിതമെറ്റിക്കും കൂടെ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്.
അതുപോലെ ഒരു വർഷത്തെ അല്ലെങ്കിൽ എല്ലാ വർഷത്തെയും നമുക്ക് മൊത്തത്തിലുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഗ്രോത്ത് റേറ്റിന്റെ, അതായത് നമ്മുടെ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ വാല്യൂസും നമുക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു നമ്മൾ പറഞ്ഞു, രണ്ട് തരം ഗ്രോത്ത് റേറ്റുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണെന്നു? ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റും അതുപോലെ കോമ്പൗണ്ട് ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റും. അപ്പോൾ ഇനി അതിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റിന്റെ കാൽക്കുലേഷനും അതെങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് വേരിയബിൾ ആണ്. എക്സ് ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അത് GDP ആവാം, പോപ്പുലേഷൻ ആവാം, ഏതും ആവാം. എക്സ് 0 എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ബേസ് ഇയർ, അതായത് സ്റ്റാർട്ടിങ് ഇയേഴ്സിനെ, അല്ലെങ്കിൽ ഏത് വർഷം തൊട്ടാണോ തുടങ്ങിയത് അത്. ഇപ്പൊ 2007 ടു 2010 എന്ന് കാണിക്കുകയാണെങ്കിൽ അവിടെ ബേസ് ഇയർ എന്ന് പറയുന്നത് 2007 ആണ്. ഓക്കെ, അപ്പോ x0 എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ വാല്യൂ ആണ്, ബേസ് ഇയർ ആണ്. x1 എന്ന് പറയുന്നത് സബ്സീക്വന്റ് വാല്യൂ ആണ്, ടെർമിനൽ ഇയർ ആണ്. ടെർമിനൽ ഇയർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു 2010 അല്ലെങ്കിൽ ഒരു അസെൻഷൻ ആയിട്ട് നമ്മൾ വെക്കുവാണ്. ആ ഒരു ഇയർ ആവുമ്പോഴേക്കും ഇത്രയും നമ്മൾ എന്താ പറയാ ഗ്രോത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളൊരു കണക്കെടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ, നമ്മളൊരു അനുമാനം എന്ന് പറയുന്ന പോലെയാണ്. x1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഏതിനെയാണ്? ടെർമിനൽ ഇയറിനെ അല്ലെങ്കിൽ സബ്സീക്വന്റ് വാല്യൂവിനെയാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ x0 is calculated as x1 minus x0 divided by x0. To express this as a growth rate, multiply the proportional change by 100. അതായത് നമ്മൾ ഈ ഒരു ഗ്രോത്ത് റേറ്റിന്റെ ചേഞ്ചസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് ഡെൽറ്റ എക്സ് എങ്ങനെയാണ് കാണുന്നത് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. x1 minus x0 divided by x0. നമ്മൾ പറഞ്ഞു ഇത് പെർസെന്റേജ് ആയിട്ടാണ് കാണുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ അങ്ങനെ പെർസെന്റേജ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഈ ഒരു ഫോർമുല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ഫോർമുല ഗിവ്സ് യു ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ വേരിയബിൾ എക്സ് ഫ്രം ദ ഇനീഷ്യൽ വാല്യൂ x0 ടു ദ സബ്സീക്വന്റ് വാല്യൂ x1. അതെ, അതായത് x1 എന്ന് സബ്സീക്വന്റ് വാല്യൂ ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ 2001 2010 2 വർഷങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. 2001 അല്ലെങ്കിൽ 2010. 2001 ആണ് എന്ത് നമുക്ക് വരിക? ബേസ് ഇയർ. 2010 ആണ് എന്ത് വരിക? ടെർമിനൽ ഇയർ അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ഗ്രോത്ത് റേറ്റ് എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ 2010 കൊടുത്തിട്ടുള്ള വാല്യൂ മൈനസ് 2001 വാല്യൂ ഡിവൈഡഡ് ബൈ 2001 എത്രയാണോ വാല്യൂ അത്. എന്നിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോത്ത് റേറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഇനി വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ ബേസ് ഇയർ, അതായത് x0 നമുക്ക് 100 ആണ് തന്നിട്ടുള്ളത്. അതുപോലെ സബ്സീക്വന്റ് വാല്യൂ ടെർമിനൽ ഇയർ x1 അത് നമുക്ക് ഇപ്പൊ 200 തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും ഇക്വേഷൻസ് എഴുതുക? x1 മൈനസ് x0 ഡിവൈഡഡ് ബൈ x0 എന്നുള്ളത് x1 എത്രയാണ്? 200 ആണ്. x0 എത്രയാണ്? 100 ആണ്. അപ്പൊ 200 മൈനസ് 100 ഡിവൈഡഡ് ബൈ 100 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന അതിനെ നമുക്ക് 100 കൊണ്ട് ഇൻറ്റു ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന്റെ പെർസെന്റേജ് ഗ്രോത്ത് റേറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ടെർമിനൽ ഇയറും ബേസ് ഇയറും വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രോത്ത് റേറ്റ് ഏതായിരുന്നു? നമ്മൾ ഏതായിരുന്നു കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് കേട്ടോ. അതാണ് ഈ ഒരു 2 ഇയേഴ്സ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തേക്കുവാണ്. ഇപ്പൊ നമ്മൾ പെർസെന്റേജിലോട്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പൊ സപ്പോസ് നമുക്ക് വാല്യൂസ് തന്നിട്ടുള്ളത് പെർസെന്റേജിലാണെന്ന് വിചാരിക്കുക. ഇപ്പോ 15% ടു 12% നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ 12% ആണ് x0 എന്നുള്ളതും x1 ആയിട്ട് 15% ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു പെർസെന്റേജിന്റെ ഡിഫറൻസ് 15 മൈനസ് 12 ഈക്വൽ ടു 3% ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പെർസെന്റേജ് കാൽക്കുലേഷൻ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്കത് എങ്ങനെ ചെയ്യണം? ഈ പറയുന്ന പോലെ തന്നെ 15 മൈനസ് 12 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 100 എന്ന് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ?
ആ ഒരു പെർസെൻറ്റേജ് ഡിഫറൻസ് എത്രയാണ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. 15 എന്ന് പറയുന്നത് എന്താണ്? x1 ആണ്. 12 എന്ന് പറയുന്നത് x0 ആണ്. അപ്പോ അതിനെ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20% എന്ന് നമുക്ക് അവിടെ കിട്ടും. അപ്പൊ അല്ലാണ്ട് ഒരിക്കലും പെർസെൻറ്റേജിലുള്ള വാല്യൂ തന്നിട്ട് നമ്മൾ അത് പരസ്പരം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പെർസെൻറ്റേജസിന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ഗ്രോത്ത് റേറ്റ്. നമ്മൾ അതുവരെ പറഞ്ഞത് ആനുവൽ ഏത് ഗ്രോത്ത് റേറ്റ് ആണ് നമ്മൾ ബേസ് ഇയറും അതുപോലെ ടെർമിനൽ ഇയറും വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. അടുത്തത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ പറഞ്ഞു കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ലോഗ് യൂസ് ചെയ്യണം. ലോഗരിതം യൂസ് ചെയ്താൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരുപാട് ഇയേഴ്സിലെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ y0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇയർ ആയിട്ടും n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, നമുക്ക് എത്ര വർഷമുണ്ട് എന്നുള്ളത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. r എന്ന് പറയുന്നത് ആവറേജ് ആനുവൽ റേറ്റ് ഓഫ് ഗ്രോത്ത്. r എന്ന് പറയുന്നത് ഏതാന്ന് മനസ്സിലായോ? നമ്മൾ ഇതുവരെ പഠിച്ച ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ്, അതായത് x1 മൈനസ് x0 ഡിവൈഡഡ് ബൈ x0. അതാണ് എന്ത്? r എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, r എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ആവറേജ് ആനുവൽ റേറ്റ് ഓഫ് ഗ്രോത്തിനെയാണ്. ഇൻകം ഇൻ ദ ഇയർ t ഈസ് ഗിവൺ ബൈ yt. അതായത് ആ ഒരു വർഷത്തെ ഇൻകം റെപ്രസെന്റ് ചെയ്യുന്നത് yt എന്നുള്ളതാണ്. ഇനി അതിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതിന്റെ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. yt ഈസ് ഈക്വൽ ടു y0 1 പ്ലസ് rn. അപ്പോൾ നമുക്കിത് ഇതിപ്പോ ബേസ് ഇയറിന്റെയും അതുപോലെ ഇനീഷ്യൽ ഇയറിന്റെയും അതിപ്പോ ടെർമിനൽ ഇയറിന്റെയും വാല്യൂസ് വെച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് എന്ത് വേണം? രണ്ട് സൈഡിലും നമുക്ക് എന്തെങ്കിലും ലോഗ് കൂടെ കൊടുക്കണം. ലോഗ് കൂടെ കൊടുത്താൽ മാത്രമേ ആ ഒരു ഇക്വേഷൻ നമുക്ക് പൂർണ്ണമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലോഗ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ലോഗ് yt ഇസ് ഈക്വൽ ടു ലോഗ് y0 പ്ലസ് n ലോഗ് 1 പ്ലസ് r. ഇനി ഈ ഒരു ഇക്വേഷനെ നമ്മൾ പറഞ്ഞു രണ്ട് സൈഡിലും ലോഗ് കൊടുത്തു. ഇനി അതിന് എന്ത് ചെയ്യാണ്? ഒരു റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുവാണ്. അപ്പൊ എങ്ങനെ വരും? ലോഗ് 1 പ്ലസ് r എന്നുള്ളതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ ഒരു ഇപ്പുറം കിടന്ന ലോഗ് ytനെ നമ്മൾ ഉള്ളിലോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ലോഗ് yt ഇസ് മൈനസ് ലോഗ് y0 ഡിവൈഡഡ് ബൈ n. അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടിടത്തും ലോഗ് കോമൺ ആയതുകൊണ്ട് ലോഗ് yt മൈനസ് y0 ഡിവൈഡഡ് ബൈ n എന്ന് നമുക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതിനെ ആന്റി ലോഗ് വെച്ച്, ലോഗിന്റെ റൂൾസ് ആണ് കേട്ടോ അതൊക്കെ, അത് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അവസാനമായി കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആനുവൽ കോമ്പൗണ്ട് ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് r ഈസ് ഈക്വൽ ടു ആന്റി ലോഗ് yt ഡിവൈഡഡ് ബൈ y0 ഡിവൈഡഡ് ബൈ n മൈനസ് 1 ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഈ r ഇപ്പോൾ നമ്മൾ ജിയോമെട്രിക് മീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് രണ്ട് തരത്തിലുള്ള ഗ്രോത്ത് റേറ്റുകളുണ്ട്. അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റുകളും ഉണ്ട്, അതുപോലെ റിലേറ്റീവ് ഗ്രോത്ത് റേറ്റുകളും ഉണ്ട്. അപ്പോൾ ജിയോമെട്രിക് മീൻ വാല്യൂസ് ആയിട്ടുള്ള x1 x2 അങ്ങനെ പോയി xt വരെ, അതിന് നമ്മൾ പോപ്പുലേഷൻ ഗ്രോത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം dp/dt ഇൻറ്റു 1/p ഇസ് ഈക്വൽ ടു dp/dt ഡിവൈഡഡ് ബൈ p. ഇവിടെ ഈ dp/dt-നെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ dp/dt ഡിവൈഡഡ് ബൈ p എന്നുള്ളതിനെയാണ് നമ്മൾ റിലേറ്റീവ് ഗ്രോത്ത് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അതെന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. അരിത്തമെറ്റിക് ഗ്രോത്തും ഉണ്ട്, ജിയോമെട്രിക് ഗ്രോത്തും ഉണ്ട്. അരിത്തമെറ്റിക് ഗ്രോത്തിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സിമ്പിൾ ഗ്രോത്ത്. ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കാം. എല്ലാ ടൈം പീരീഡിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടായിരിക്കും ഈ ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരിക്കാം. ജിയോമെട്രിക് ഗ്രോത്ത് റേറ്റ് ആണെങ്കിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. ഇതെന്താണ്? അതായത് സെയിം ആയിരിക്കും, പക്ഷെ ടൈം പീരീഡുകൾ ഉണ്ടായിരിക്കും. രണ്ട് ടൈം പീരീഡിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻസ് വാല്യൂസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കാം. രണ്ട് ടൈം പീരീഡുകൾക്കിടയിലുള്ള ആ വാല്യൂ സെയിം ആയിരിക്കും. ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനിലി ആയിരിക്കും അത് പോകുന്നുണ്ടാവുക എന്നുള്ളതാണ്. When we have value in an annual time series, a linear trend relationship can be fitted for data from the equation is linear
ഫോം വുഡ് ബി ഓഫ് ദ ടൈം. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് വർഷത്തെ വാല്യൂസ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ഒരു ലീനിയർ റിഗ്രഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. y is equal to alpha plus beta t plus mu. ഇവിടെ ടി എന്ന് കൺസിഡർ ചെയ്യുന്നത് ഇയേഴ്സ് ആണ്, എത്ര വർഷമുണ്ട്, എത്ര വർഷമാണ് എടുക്കേണ്ടത് എന്നുള്ളത്. മ്യൂ എന്ന് കാണിക്കുന്നത് ആ ഒരു യു മോഡൽ കൊടുത്തിട്ടുണ്ട്, ഇതാണ് മ്യൂ എന്ന് പറയുന്നത്. മ്യൂന് എന്ന് പറഞ്ഞാൽ എറർ ടേം ആണ്, ഡിസ്റ്റർബൻസ് ടേം ആണ്, എറർ ടേം ആണ് കാണിക്കുന്നത്. y എന്ന് പറയുന്നത് വേരിയബിൾ ആണ്, വാല്യൂ ഓഫ് ദ പ്രിൻസിപ്പൽ വേരിയബിൾ ഫോർ വിച്ച് വി ആർ കാൽക്കുലേറ്റിംഗ് ഗ്രോത്ത് റേറ്റ്. അതെന്താവാം, ഗ്രോത്ത് റേറ്റ് ആണ്, വാല്യബിൾ ആണ്, അതായത് പോപ്പുലേഷൻ ആവാം, ജി ഡി പി ആവാം, ഏതിന്റെ ആണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ വാല്യബിൾ. ഓക്കെ, ഇനിയിപ്പോ ഗ്രോത്ത് റേറ്റിൽ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്പ്രസ് ദ വാല്യൂ ഓഫ് y ഇൻ ദയർ ലോഗരിതം ഫോർ കോൺസ്റ്റന്റ് ഗ്രോത്ത് സീരീസ് വി ഹാവ് ദ ഇക്വേഷൻ. അതായത് ലോഗരിതം കൊടുത്തുകൊണ്ട് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക എന്നുള്ളതാണ്. yt is equal to y0 1 plus log t log all raised to t എന്നുള്ളൊരു ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഇവിടെ g എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ള g ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, yt minus yt minus 1 divided by yt minus 1. ഇതൊരു കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനിലാണെങ്കിലുള്ള കാര്യങ്ങളാട്ടോ പറയുന്നത്. ഇനി രണ്ട് സൈഡിലെയും നമ്മൾ എന്ത് ചെയ്യാണ്, ലോഗ് കാര്യങ്ങൾ കൊടുക്കുവാണ്, അതിന്റെ റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും, ln y is equal to alpha plus beta t. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ln y0, അതായത് ഇനീഷ്യൽ വാല്യൂ ആണ്. ബീറ്റ എന്ന് പറയുന്നത് ln plus 1 plus g, അതിനെയാണ് ബീറ്റ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ലോഗ് കൊടുത്തുകൊണ്ട് നമുക്ക് ലീനിയർ ഇക്വേഷൻസ് അല്ലെങ്കിൽ റിഗ്രഷൻസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന, പെട്ടെന്ന് കാണണം എന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എന്തത്, ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ടി എന്ന് പറയുന്ന ഇക്വേഷൻസ്. അതുപോലെ ഇവിടെ വൈയിലും ടിയിലും, അതായത് ആ ഇയറിൽ നമ്മൾ ലോഗ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ആയിരിക്കും. അതുപോലെ അത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് g hat or b is equal to ln 1 plus g hat. ഇവിടെ g എന്ന് പറയുന്നത് ab minus 1 ആണ്. അതുപോലെ ഈ ബീറ്റ കോഫിഷ്യന്റ് എന്ന് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചേഞ്ചസിനെയാണ്. ഡോ ln y t ഡിവൈഡഡ് ബൈ ഡോട്ട് ടി. ഇവിടെ ജി എന്ന് രണ്ടാമതും നമ്മൾ അവിടെ ആ ഇക്വേഷനിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് കേസസിലാണ് കേട്ടോ. അടുത്തത് പറയുന്നത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റും കണ്ടിന്യൂസ് ഗ്രോത്ത് റേറ്റും ഏകദേശം ഒന്ന് തന്നെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ലോഗിന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ കണ്ടിന്യൂസ് ഗ്രോത്ത് റേറ്റ് കിട്ടും. അത് ഏകദേശം ഡിസ്ക്രീറ്റ് ഗ്രോത്ത് റേറ്റിനോട് സമാനമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ this approximation is reasonably accurate for small values of g. അതായത് ജോമെട്രിക് ഗ്രോത്ത് റേറ്റിന്റെ കോമ്പൗണ്ട് ഗ്രോത്ത് റേറ്റും സെയിം ആണെന്നാണ് പറയുന്നത്. ഇനി അതെങ്ങനെയാണ് അവർ വെരിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. v0 ബി ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ ഇൻ ദ ഇയർ 0. അതായത് ഫസ്റ്റ് ഇയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് v0 ആണ്. v1 എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഇൻ ദ ഇയർ t ആൻഡ് g ബി ദ കോമ്പൗണ്ട് ആവറേജ് ആനുവൽ ഗ്രോത്ത്. കോമ്പൗണ്ട് ആവറേജ് ആനുവൽ ഗ്രോത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണ്, v1 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇക്വേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്ത് കാണിക്കുന്നത്. vt is equal to v0 1 plus log all raised to t. ഇവിടെ g എന്ന് പറയുന്നത് എന്താണ്, v1 by 0 1 by all raised to 1 by t minus 1 ആണ്. ഇതെന്താണ്, ഗ്രോത്ത് റേറ്റ് ഈസ് കണ്ടിന്യൂസ്ലി കോമ്പൗണ്ട്. ഗ്രോത്ത് റേറ്റ് കണ്ടിന്യൂസ്ലി കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണെങ്കിൽ എന്താണെന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അടുത്ത ജോമെട്രിക് മീന് അതേ കോമ്പൗണ്ട് ഗ്രോത്ത് റേറ്റിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. v0 is equal to EGT is equal to VT. EGT is equal to VT divided by V0. G is equal to 1 by T ln VT by V0. രണ്ടും ഏകദേശം സെയിം തന്നെയാണ് വാല്യൂസ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇതൊന്നും ഇങ്ങനെ ഇക്വേഷൻസ് എഴുതി ചോദിക്കാനൊന്നും വരത്തില്ല. മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ് പഠിക്കുക. ഈ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് എഴുതുക, അതിന്റെ ഇക്വേഷൻസ് മാത്രം എഴുതുക. അത് ഡിറൈവ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ. ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് എക്കോണമിക് ഗ്രോത്ത്. അതായത് നമ്മൾ ഈ ഒരു എക്കണോമിക് ഗ്രോത്ത് പഠിക്കുന്നത് എന്തിനാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ചോദിച്ചു, അതുപോലെ എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നതെന്ന് ചോദിച്ചു.
അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ നമുക്ക് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് പറയുന്നത്. വൈ ബ്രിട്ടൻ ഹാസ് ദ ഫസ്റ്റ് കൺട്രി ടു ഇൻഡസ്ട്രിയലൈസ്. അതായത് ബ്രിട്ടൻ എങ്ങനെയാണ് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയത്, ഏറ്റവും ഫസ്റ്റ് കൺട്രി ആയി മാറിയത് എന്നുള്ളത്. എങ്ങനെ ബ്രിട്ടൻ ഫസ്റ്റ് ആയി, എന്തുകൊണ്ട് ഇന്ത്യ ആയില്ല എന്നുള്ളൊരു ചോദ്യം. അതുപോലെ വൈ ഈവൺ ആഫ്റ്റർ ഹാവിംഗ് ദ ഹെഡ് സ്റ്റാർട്ട് ബ്രിട്ടൻ ഫെൽ ബിഹൈൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജർമ്മനി, ജപ്പാൻ ആൻഡ് മോർ റീസെന്റ് ടു മെനി അതർ വെസ്റ്റ് യൂറോപ്യൻ കൺട്രീസ്. അതായത് ബ്രിട്ടൻ എങ്ങനെയാണ് ഈ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്, ജർമ്മനി, ജപ്പാൻ എന്നിവയുടെ ഒരു യൂറോപ്യൻ കൺട്രീസിന്റെ പിന്നിലായത് എങ്ങനെയാണ്? ആ ഇൻഡസ്ട്രി ഫസ്റ്റ് കൺട്രി ആയിരുന്നു. എപ്പോ ഇൻഡസ്ട്രിയലൈസിൽ ഫസ്റ്റ് കൺട്രി എങ്ങനെയാണ് ആയതെന്ന് ചോദിക്കുന്നു. ജപ്പാൻ, ജർമ്മനി, യുണൈറ്റഡ് ഇവയൊക്കെ എങ്ങനെയാണ് പിന്നിലാക്കിയതെന്ന് ചോദിക്കുന്നു. അതുപോലെ എക്കണോമിക് ഗ്രോത്ത് ഹാസ് ബീൻ കോൺസെൻട്രേറ്റഡ് ഇൻ ദ റിലേറ്റീവ്ലി സ്മാൾ പാർട്ട് ഓഫ് ദ വേൾഡ് ഓഫ് എക്കോണമി ഓഫ് വെസ്റ്റേൺ യൂറോപ്പ്, നോർത്ത് അമേരിക്ക ആൻഡ് പാർട്ട് ഓഫ് ഏഷ്യ. ഏഷ്യയുടെയും നോർത്തേൺ അമേരിക്കയുടെയും വെസ്റ്റേൺ യൂറോപ്പിന്റെയൊക്കെ ചില ഭാഗങ്ങളിൽ മാത്രം ഈ ഒരു എക്കണോമിക് ഗ്രോത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ വാട്ട് were the reason for the rapid economic growth of the East and Southeast Asian economies for almost 3 decades? അതായത് കുറച്ച് വർഷങ്ങളായി, 3 വർഷങ്ങളായിട്ട് എക്കണോമിക് ഗ്രോത്ത് ആ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും അവിടെ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ ഹൗ ചൈന ഇൻ ദ ലാസ്റ്റ് 2 decades ഔട്ട്ഷൈൻഡ് ഓൾ പ്രീവിയസ് ഗ്രോത്ത് എക്സ്പീരിയൻസ്. എങ്ങനെയാണ് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ചൈന എങ്ങനെയാണ് ഈ ഒരു പ്രീവിയസ് ഗ്രോത്ത് വളർച്ച എങ്ങനെയാണ് മറികടന്നിട്ടുണ്ടായിരുന്നത്, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ നൽകുന്നത് വഴി നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓരോ എക്കോണമിക്കും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് ഇനി നോക്കുന്നത്. യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കോണമിക് എക്സ്പീരിയൻസ്. ഈച്ച് എക്കോണമി ഹാസ് യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ക്യാൻ ബി ഡ്യൂപ്ലിക്കേറ്റഡ് എൽസ്വെയർ. അതായത് എല്ലാ എക്കോണമിക്ക് എന്തുണ്ട്, അവരുടേതായ യുണീക്ക് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ചിലരെന്തായിരിക്കും നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് സമ്പന്നരായിരിക്കും. ചിലർക്ക് എന്താവും കൾച്ചറലി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്നവരുണ്ടായിരിക്കും. ചിലർ ഇൻസ്റ്റിറ്റ്യൂഷണലി ഭയങ്കരമായിട്ട് അതൊരു ഫാക്ടേഴ്സ് കാര്യങ്ങൾ നന്നായിട്ടുള്ളവരുണ്ടായിരിക്കും. ചിലർ ജിയോഗ്രഫിക് ലൊക്കേഷൻസ് ബേസിൽ സമ്പന്നരായിരിക്കും. അപ്പൊ ഓരോ എക്കോണമിയും എന്താണ്, യുണീക്ക് ആണ്. അപ്പൊ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവർ എന്താ പറയാ കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ അവരെ പോലെ ആവാൻ വേണ്ടിയിട്ടോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് നാച്ചുറലി സംഭവിക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് എന്താണ്, എക്കോണമിക് തിയറി ക്യാൻ സജസ്റ്റ് ഹൈപ്പോത്തസിസ് ഫോർ വേരിയിങ് ഗ്രോത്ത് റേറ്റ് അക്രോസ് ദ കൺട്രീസ്. അതെ, ഈ ഒരു എക്കോണമിക് തിയറിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്കോണമിക് തിയറി ക്യാൻ ഹെൽപ്പ് എക്സ്പ്ലെയിൻ വൈ സം എക്കോണമീസ് ഗ്രോ ഫാസ്റ്റർ ദാൻ അതേഴ്സ്. അല്ലെ, അതായത് എക്കോണമിക്ക് എന്തുകൊണ്ട് ചില എക്കോണമി പെട്ടെന്ന് വളരുന്നു, എന്തുകൊണ്ട് മറ്റുള്ളത് വളരുന്നില്ല, അവരുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, അവരുടെ കീ ഫാക്ടേഴ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് സ്ട്രാറ്റജിക് വേരിയബിൾ ഫോർ എക്കോണമിക് ഗ്രോത്ത്. ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, റേറ്റ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ. അതെ, ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഫാർമിംഗ് ടെക്നോളജി വർദ്ധിക്കുക. അതായത് അവരുടെ ടെക്നോളജി, ഇപ്പോ ട്രാക്ടർ, ഇപ്പൊ പമ്പ് സെറ്റ്, അങ്ങനെ ഒരുപാട് അവർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും മറ്റു കാര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താവും, അവിടെ ഗ്രോത്ത് കൂടും. കാരണം ഒരു മനുഷ്യൻ ഒരു 100 പേരെ വെച്ച് ചെയ്യേണ്ട പണി മെഷീൻസ് ഉപയോഗിച്ചിട്ട് ഒരു 10 നമുക്കൊരു 100 ദിവസം കൊണ്ട് കഴിയേണ്ട പണി 10 ദിവസം കൊണ്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, കൂടുന്നുണ്ടാവും. അപ്പൊ അവിടെ എന്ത് ചെയ്യും, എക്കോണമിക് ഗ്രോത്ത് ഉണ്ടാവുമെന്നുള്ളതാണ്. അതുപോലെ റേറ്റ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ, അതായത് നമ്മൾ ഈ ഒരു മെഷീനറീസ് കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഇപ്പൊ ഈ ഒരു കൃഷിക്ക് തന്നെ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും മെഷീൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ ഒരു ക്യാപിറ്റൽ അക്യുമുലേഷൻ അതിലും എന്തുണ്ടായിരിക്കും, അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങൾ കൂടാനുള്ള കാരണമാവും എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എക്കോണമിക് ഗ്രോത്ത്. അതായത് ഇപ്പോ ഹെൽപ്സ് ഫോർമുലേറ്റ് എക്കോണമിക് പോളിസി. അതെ, അതായത് ഇപ്പൊ ഈ ഗ്രോത്ത് എങ്ങനെയാണ് പോളിസി മേക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്.
അതായത് ഇപ്പോൾ പോളിസി മേക്കേഴ്സിൽ നമ്മൾ സാധാരണയായിട്ട് എന്തൊക്കെയാണ് ഒരു പോളിസി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിന് എന്തിനാണെന്നുള്ളത് ഉണ്ടായിരിക്കും, അതിന്റെ ടാർഗറ്റ് ഉണ്ടായിരിക്കും, ഈ ഒരു വർഷം ആകുമ്പോഴത്തേക്കും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇന്ന കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഒരുപാട് പോളിസികൾ ഇതിന് ഗ്രോത്ത്, ഇപ്പൊ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പോളിസികൾ ഉണ്ടാക്കുവാണ്. അപ്പൊ അതിൽ നമ്മൾ പറയുവാണ് ഈ ഒരു വർഷം ആകുമ്പോഴേക്കും നമുക്ക് ഈ അഗ്രികൾച്ചറിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലോ നമുക്ക് ഈ ഒരു ഇന്ന മാറ്റങ്ങളൊക്കെ വരുത്തണം, ഇന്ന കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരണം എന്നിങ്ങനെയുള്ള ഒരു പോളിസീസ് അതെന്ത് ചെയ്യും, ഈ ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ കാരണമാവെന്ന് പറയുന്നു. ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം പോളിസി മെഷേഴ്സ്. അതെ, അതായത് ഇപ്പോ ടെമ്പററി ആയിട്ട് നമുക്ക് ഈ ഒരു എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ പോളിസീസ് ഉണ്ടാക്കാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അതുപോലെ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കണം, ലോങ് ടേമിലോട്ട് ആയിരിക്കണമെന്നാണ്. അതുപോലെ നമ്മൾ ഈ പോളിസീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ലോങ് ടേമിലോട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്തതാണ് ഇമ്പാക്ട് ഓഫ് പോളിസി മെഷേഴ്സ്. നമുക്ക് അറിയാം എക്സ്ചേഞ്ച് റേറ്റ്, മോണിറ്ററി, ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാക്കുന്നത്. കൺസെപ്ഷനിലായിക്കോട്ടെ ഇൻവെസ്റ്റ്മെന്റിലായിക്കോട്ടെ ഓരോ രാജ്യത്തും അതുണ്ടാക്കുന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ അതും അതിനെ ബാധിക്കുന്ന ഒന്നാണ്. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാൻ ചില രാജ്യങ്ങളിൽ മാത്രം എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാനും മറ്റു രാജ്യങ്ങൾ ഇല്ലാതിരിക്കാനും കാരണമാകുന്ന ചില കാര്യങ്ങളാണത്. കാരണം ഓരോ രാജ്യത്തും എന്തായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴും ഒരു ഫിസിക്കൽ പോളിസിയിലായിക്കോട്ടെ മോണിറ്ററി പോളിസിയിലായിക്കോട്ടെ എക്സ്ചേഞ്ച് റേറ്റിലായിക്കോട്ടെ എല്ലാം ഓരോ രാജ്യത്തും എന്താണ്, ഡിഫറെന്റ് ആണ്, ഓരോ എക്കോണമിയിലും ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ്. അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് കെയ്നീഷ്യൻ പോളിസി. കെയ്നീഷ്യൻസ് പോളിസിയിൽ വരുന്ന ലിമിറ്റേഷൻസ്, അതായത് ഐഡന്റിഫൈ ദ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആസ് എ കീ പോളിസി വേരിയബിൾ, ഫെയിൽ ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് റിയൽ വേജസ്. വേൾഡ് ഓവറിൽ നമ്മൾ എല്ലാവർക്കും ഒരുവിധം എല്ലാ എക്കോണമിക്കാരും കേട്ടൊരു പരിചയമുള്ള പേരായിരിക്കും കെയ്നീഷ്യൻ, അല്ലെ? കെയ്നീഷ്യൻ എക്കോണമി, കെയ്നീഷ്യൻ പോളിസീസ് നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട് ഈ ഒരു കെയ്നീഷ്യൻ, അല്ലെ? അപ്പോ ഈ ഒരു കെയ്നീഷ്യൻ പോളിസീസ് അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് എന്താണ്, കെയ്നീഷ്യൻ എക്കോണമിയിൽ അല്ലെങ്കിൽ അവിടെ അത് ഫോളോ ചെയ്യുന്നതിൽ എന്താണ്, പ്രൊഡക്ടിവിറ്റി റിയലേജുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിൽ എന്താണ്, ഫെയിൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും അതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. അടുത്തത് ക്രോസ് കൺട്രി ഡിഫറൻസ് ഇൻ ഗ്രോത്ത് റേറ്റ്സ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ രാജ്യത്തും ഇത് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ രാജ്യത്തും അവിടെ കൊടുത്തിട്ടുള്ളത് പെർ ക്യാപിറ്റ ഇൻകം ആണ്, ഓരോ വർഷത്തെയും ബേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇവിടെ നോക്കുവാണെങ്കിൽ അർജന്റീന 1960 1999 1% പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. വെനസ്വേല നോക്കുവാണെങ്കിൽ സെയിം ഇയറിലുള്ള 4 ഡിഫറെന്റ് കൺട്രീസിന്റെ ആട്ടോ കൊടുത്തിട്ടുള്ളത്. വെനസ്വേല നോക്കുവാണെങ്കിൽ -0.1% ആണ് പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത് എന്ന് പറയുന്നത്. ജപ്പാനിലാണെങ്കിൽ 4.4% ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഹോങ്കോങ്ങിലാണെങ്കിൽ 5.4% ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരേ വർഷങ്ങളിൽ നിന്നുകൊണ്ട് പല രാജ്യങ്ങൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഇത്തരം ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് അതിന്റെ ഒരു ഗ്രാഫ് ഇവിടെ കൊടുക്കുന്നുണ്ട്. പെർ ക്യാപിറ്റ ഇൻകം ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫ് ആണ്. ഈ പറഞ്ഞ 4 രാജ്യങ്ങളിലും 1990 ഉണ്ടായിരുന്ന ഗ്രോത്തും അത് 1999 ആയപ്പോ അതിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അർജന്റീന നമുക്ക് നോക്കി കാണാം. 1990 എന്ന് കാണിക്കുന്നത് ആ ഒരു പച്ച ലൈനാണ്, ബ്ലൂ കാണിക്കുന്നത് 1999 1990 എന്തായിരുന്നു, കുറവായിരുന്നു. അത് 1999 ആയപ്പോഴേക്കും എന്തായി, പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്തു, കൂടി എന്നുള്ളതാണ്. വെനസ്വേല ആണെങ്കിലോ 1990 കൂടുതലായിരുന്നു, പക്ഷെ 1999 ആയപ്പോഴേക്കും പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്തു, കുറഞ്ഞു എന്നുള്ളതാണ്. ജപ്പാനാണ് വലിയൊരു മാറ്റം തന്നെ വന്നിട്ടുള്ളത്. 1990 പെർ ക്യാപിറ്റ ഇൻകം 2984 ആയിരുന്നു, പക്ഷെ അത് 1999 ആയപ്പോഴേക്കും വലിയൊരു മാറ്റം വന്നു. അതുപോലെ ഹോങ്കോങ്ങിലും വലിയൊരു മാറ്റമാണ് അവിടെ കാണുന്നത്. 1999 17,693 ആ ഒരു പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റഡിയിങ് എക്കണോമിക് ഗ്രോത്ത്. നമ്മൾ ഈ എക്കണോമിക് ഗ്രോത്ത് പഠിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് അടുത്തത്. അത് പഠിക്കുന്നത് കൊണ്ട് എന്തൊക്കെ മെച്ചമുണ്ട് എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. ഇൻക്രീസ്ഡ് ചോയ്സസ്. Economic growth offer a wider range of choices, including leisure, material wealth, and intangible benefits.
അതായത് ചോയ്സസ് ഇൻക്രീസ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. ഇപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഹോബീസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതുപോലെ മെറ്റീരിയൽ വെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഹൗസിങ് അല്ലെങ്കിൽ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ഇൻടാജിബിൾ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, പേഴ്സണൽ ഡെവലപ്മെന്റ് ഒക്കെ. ഇപ്പോൾ എഡ്യൂക്കേഷനൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പഠിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജോലിക്ക് പോകാൻ പറ്റും എന്നിങ്ങനെയുള്ള ചോയ്സസ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. റിലീസ് ഫ്രം ബേസിക് ടാസ്ക്. എക്കോണമിക് ഗ്രോത്ത് അലോ പീപ്പിൾ ടു മൂവ് അവേ ഫ്രം ബേസിക് ടാസ്ക് ലൈക്ക് അഗ്രികൾച്ചർ ആൻഡ് ഫോക്കസ് ഓൺ മോർ കോംപ്ലക്സ് ആൻഡ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. അതെ, അതായത് ബേസിക് ടാസ്ക് ലൈക്ക് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്താ പറയാ, അവിടെ എന്നുള്ള ലേബർ ഇന്റൻസീവ് ആണ് അഗ്രികൾച്ചറിൽ അല്ലെ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, നമുക്ക് പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പം സർവീസ് സെക്ടർ, അവിടെ എന്തൊക്കെയുണ്ട്, ഫിനാൻസ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, അതുപോലെ ഇന്നോവേഷൻസ്, ടെക്നോളജി, റിസർച്ച്, എന്റർപ്രണർഷിപ്സ്, ഇവിടെയൊക്കെ എന്തുണ്ട്, ഗ്രോത്തുകൾ വരുന്നുണ്ട്. നമുക്ക് അവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഇങ്ങനെ നമ്മൾ അത്തരം സെക്ടേഴ്സിൽ നമ്മൾ എൻറോൾമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്, എക്കണോമിക് ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അതുപോലെ പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട്, എഫിഷ്യൻസി കൂടുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തത് റെസൊല്യൂഷൻ ഓഫ് സോഷ്യൽ ടെൻസിഷൻ. റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് can resolve social tension by providing better opportunities for all segments of the population. അതായത് സൊസൈറ്റിയിലുള്ള കോൺഫ്ലിക്റ്റ്, അതുപോലെ ടെൻസിഷൻ എല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ റിസോഴ്സസ് ആക്സസ് ചെയ്യുന്നതിലും സർവീസസ് ആക്സസ് ചെയ്യുന്നതിലുള്ള ആ ഒരു അവൈലബിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ നമുക്ക് പോവേർട്ടി കുറക്കാൻ പറ്റും, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കൂട്ടാൻ പറ്റും, ഇനീക്വാളിറ്റീസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ എല്ലാവരുടെയും ഓവറോൾ ലൈഫ് ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് increased control over environment. Economic growth enables human to invest in the life-saving drugs, environmentally friendly technology, and other innovations that protect life and environment. അതെ, നമുക്ക് എന്തിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും, ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള മെഡിസിൻസ്, ലൈഫ് സേവിങ്സ് ഡ്രഗ്സ്, അതായത് ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റ് ഡ്രഗ്സുകളെല്ലാം നമുക്ക് ഹെൽത്തി, നമുക്ക് മെഡിസിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നോളജീസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എൻവയോൺമെന്റിന് യാതൊരു കേടുപാടുകളൊന്നും ഇല്ലാതെ അതിനെ നശിപ്പിക്കാതെ അതിനെ നിലനിർത്തിക്കൊണ്ടുള്ള ടെക്നോളജീസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇന്നോവേഷൻസ്, ഇപ്പൊ കൺസർവേഷൻ ആയിക്കോട്ടെ, ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ, ഇതിനെല്ലാം നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ യാതൊരുവിധ കേടുപാടുകളൊന്നും ഇല്ലാതെ പ്രകൃതിയെയും അതുപോലെ നമ്മുടെ ഡെവലപ്മെന്റും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇതുവഴി നമുക്ക് എന്താണ്, നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണ് നമുക്ക് വരുന്നത്. എൻവയോൺമെന്റലി അതുപോലെ നമുക്ക് ഫിസിക്കലി ഓർ മെന്റലി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണ്. നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മൾ കൂടുന്നുണ്ട്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ആണ്, ഓവറോൾ ഒരു വെൽബീയിങ് ആയിട്ട് കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. അടുത്ത എംപവർമെന്റ് ഓഫ് വുമൺ. എക്കണോമിക് ഗ്രോത്ത് ബെനിഫിറ്റ്സ് വുമൺ മോർ ദാൻ മാൻ, freeing from them household tasks and allowing them to focus on more productive activities. അതെ, അത് എക്കണോമിക് ഗ്രോ ചെയ്യുന്നത് വഴി എന്താണ്, വുമൻസിനും അതുപോലെ ഈ ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ അവർക്കും ജോലികൾക്ക് പോകാൻ പറ്റും, അവർക്കും ഒരു ബെറ്റർ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും, അവർക്കും അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതും എന്താണ്, നമ്മുടെ രാജ്യത്തിന് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു എന്നുള്ളതാണ്. അതെ, ഹ്യൂമാനിറ്റേറിയനിസം അതെന്ന് പറഞ്ഞാല് ഇപ്പൊ വെൽത്ത് ചിലപ്പോ ഒരുപാട് എന്താ പറയാ, നല്ലപോലെ വെൽത്ത് ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും, നല്ലപോലെ ഏൺ ചെയ്യുന്നവരുണ്ടായിരിക്കും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാവപ്പെട്ട ആളുകളെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് നല്ല നല്ല ജോലികൾ കൊടുക്കാൻ പറ്റും. ഇപ്പോ അത്യാവശ്യം നല്ല സമ്പന്നമായിട്ടുള്ള ഒരാള് വലിയൊരു മാള് പണിയാണ്, ഒരു നാട്ടിലൊരു മാള് കൊണ്ടുവരാണെന്ന് വിചാരിച്ചോളൂ, അവിടെ എന്തായിരിക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ആ നാട്ടിലുള്ള അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ജോലിക്ക് വരാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയും ഒരു എക്കോണമിക് ഗ്രോത്ത് അവിടെ എന്ത് ചെയ്യും, ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ പോവർട്ടി അലിവേഷൻ, അതായത് എക്കണോമിക് ഗ്രോത്ത് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ടു അലിവേറ്റ് പോവർട്ടി. അതെ, അതിന് ബെസ്റ്റ്, അതായത് പോവർട്ടി കുറയ്ക്കാൻ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് എന്ത്, എക്കോണമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ചൈന, ഇന്ത്യ, ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ എക്കോണമീസ്. അതായത്
നമ്മുടെ ഈ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത് വഴി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഒരു ഈ പറഞ്ഞ പോലെ ഒരു മാള് തുടങ്ങി അവിടെ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്നു. ജോലി കിട്ടുമ്പോൾ അവർക്ക് ബെറ്റർ ഇൻകം കിട്ടുന്നു. അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യുന്നു, ജീവിത നിലവാരം മെച്ചപ്പെടുന്നു. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുമ്പോൾ അവരുടെ വീട്ടിലുള്ളവർക്ക് ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടുന്നു, ബെറ്റർ ഹെൽത്ത് കെയർ കിട്ടുന്നു. ഇതൊരു ചെയിന് പോലെ പോയിക്കൊണ്ടിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താണ്, എക്കണോമിക് ഗ്രോത്ത് ആണെന്നുള്ളതാണ്. ഇതൊക്കെ എക്കണോമിക് ഗ്രോത്തിലേക്ക് വഴിതെളിയിക്കുന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. ഇനി സോഴ്സസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, പ്രധാനമായിട്ടും 3 സോഴ്സസ് എക്കണോമിക് ഗ്രോത്തിനുണ്ട്. ഒന്നാമതാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. രണ്ടാമത് ടെക്നോളജിക്കൽ അഡ്വാൻസസ്. മൂന്നാമത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോളിസി ചേഞ്ചസ് ദാറ്റ് ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് എക്കണോമിക് ഓർഗനൈസേഷൻ. അതുപോലെ മറ്റ് ഫാക്ടേഴ്സുകളുണ്ട്. അതും എന്താണ്, ഈ ഒരു എക്കണോമിക് ഗ്രോത്തിന്റെ സോഴ്സ് തന്നെയാണ്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, സ്റ്റേബിൾ പ്രൈസ്, ഫ്രീ ട്രേഡ്, ഫ്ലെക്സിബിൾ ക്യാപിറ്റൽ മാർക്കറ്റ്, അവോയ്ഡൻസ് ഓഫ് ഹൈ മാർജിനൽ ടാക്സ് റേറ്റ്സ്, സെക്യൂർഡ് പ്രോപ്പർട്ടി റൈറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഫോർമേഷനെ പറ്റിയിട്ടാണ് ഞാൻ അടുത്ത് പറയുന്നത്. ക്യാപിറ്റൽ ഫോർമേഷൻ ഈ ഒരു എക്കണോമിക് ഗ്രോത്തിന് വളരെ അധികം പ്രധാനപ്പെട്ട ഒന്നാണെന്നാണ് പറയുന്നത്. മോർ ക്യാപിറ്റൽ ലീഡ്സ് ടു മോർ പ്രൊഡക്ഷൻ വിച്ച് മീൻസ് മോർ ഗ്രോത്ത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അഗ്രികൾച്ചർ സെക്ടറിൽ ഇപ്പോൾ നമ്മൾ മെഷീൻസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ, കൂടുതൽ ക്യാപിറ്റൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ചെയ്യും, കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിരിക്കും. Investment determine future growth. The levels of investment determine the rate of capital formation, which in turns affect future growth. അതെ, ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യും, ഇതുപോലെ നമ്മൾ ഇപ്പൊ ലോങ് ടേമിലോട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അങ്ങനെ നമ്മൾ ക്യാപിറ്റൽസിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ ആ ലെവൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, നമ്മുടെ ഒരു ഫ്യൂച്ചർ ഗ്രോത്തിലോട്ട് നയിക്കുമെന്നാണ് പറയുന്നത്. നീഡ്സ് ടു സ്റ്റെപ്പ് അപ്പ് ക്യാപിറ്റൽ ഫോർമേഷൻ. Increase the rate of capital formation is necessary to accumulate a large capital stock over time. അതെ, നമുക്ക് എന്ത് വേണം, ഒരു ലോങ് ടേമിലോട്ടാണ് നമ്മളിത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു ക്യാപിറ്റലിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ലോങ് ടേമിലോട്ടായിരിക്കും. അപ്പോൾ കൂടുതൽ നമുക്ക് ചെയ്താൽ കൂടുതലായിട്ടുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ഡ്രസ്സ് തയ്ക്കുന്ന ഒരു കടയാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫാക്ടറിയാണ്. അവിടെ അതിന്റെ മെഷീനറി കാര്യങ്ങൾ കുറവാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് തയ്ക്കാൻ അവര് മിനിമം ഒരു ഡ്രസ്സ് തയ്ക്കാൻ, അല്ലെങ്കിൽ വേണ്ട, ഒരു 10 ഡ്രസ്സ് തയ്ക്കാൻ അവർ ഒരു ദിവസം എടുക്കാറുള്ളൂ എന്ന് വിചാരിക്കാം. 10 ഡ്രസ്സ് തയ്ക്കാൻ ഒരു ദിവസമാണ് ആ മെഷീനറി കൊണ്ട് അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ പൊതുവെ അവരുടെ മെഷീനറി കുറവാണ്, അവരുടെ ലേബർ ഫോഴ്സ് ആണ് കൂടുതൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ, അതേസമയം അവിടെ കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് അവിടെ കൂടുതൽ മെഷീനറീസും കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവർക്ക് എത്ര ഡ്രസ്സസ് തയ്ക്കാൻ പറ്റും? ഒരു ദിവസം തന്നെ 20-30 ഡ്രസ്സസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, തയ്ക്കാൻ പറ്റും. അപ്പൊ എന്താണ്, പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്രോത്തും കൂടും എന്നുള്ളതാണ്. സ്കിൽഡ് വർക്ക് ഫോഴ്സ് ഇസ് റിക്വയർഡ്. അതെ, ഈ ഒരു ക്യാപിറ്റൽ ഫോർമേഷൻ റിക്വയർഡ് സ്കിൽഡ് വർക്ക് ഫോഴ്സ് ദെൻ വി ക്യാൻ അച്ചീവ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അതെ, എഡ്യൂക്കേഷനിലൂടെയും ട്രെയിനിങ്ങിലൂടെയും ഉണ്ടാവുന്ന ആ ഒരു പരിശീലനത്തിലൂടെ വരുന്ന സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. Effectiveness of capital formation. Skill formation enables effective utilization of physical appearance, rise in productivity. അതെ, ഈ ഒരു ഫിസിക്കൽ അപ്പിയറൻസും അതുപോലെ ക്യാപിറ്റൽ ഫോർമേഷനും അവരുടെ ലേബർ സ്കില്ലും എല്ലാം എന്താണ്, ഇത് കൂട്ടും എന്നുള്ളതാണ്, ഗ്രോത്ത് കൂട്ടും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ബാക്കിയുള്ള പോയിന്റ്സ് നോക്കൂ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്റ്റോക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി. എക്സാമ്പിൾ ഓഫ് ഹൈ ക്യാപിറ്റൽ ഫോർമേഷൻ റേറ്റ്സ്, ഇന്ത്യസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് റേറ്റ്. ഓക്കെ, ഇതൊക്കെ ഈ ഒരു ക്യാപിറ്റൽ ഫോർമേഷന്റെ മെയിൻ പോയിന്റ്സുകളാണ് കേട്ടോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്റ്റോക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി. എ ലാർജ് ക്യാപിറ്റൽ സ്റ്റോക്ക് ലീഡ്സ് ടു ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. അതായത് ക്യാപിറ്റൽ സ്റ്റോക്ക് നമുക്ക് ഒരുപാട് ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരുപാട് ലേബേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യണം, അവിടെ കൂടും എന്നുള്ളതാണ്. എക്സാമ്പിൾ ഓഫ് ഹൈ ക്യാപിറ്റൽ ഫോർമേഷൻ റേറ്റ്സ്. ഹൈ ക്യാപിറ്റൽ ഫോർമേഷൻ ഉള്ള ഒരു കൺട്രീസിനെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജപ്പാൻ, ചെക്കോസ്ലോവാക്യ, പോളണ്ട്, ഇന്ത്യ ഒക്കെ എന്താണ്, ഹൈ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ ഉള്ള, അതായത് പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് എക്കണോമിക് ഗ്രോത്തുകൾ ഉണ്ടാവുന്ന രാജ്യങ്ങളാണെന്നാണ് പറയുന്നത്. ഇന്ത്യസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് 2021 ഇന്ത്യയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആസ് എ പെർസെന്റേജ് ഓഫ് GDP was 31.2% ആണ്, ഇൻഡിക്കേറ്റിംഗ് ദ ഹൈ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. അപ്പോൾ ഇന്ത്യയുടെ മറക്കരുത്, 2021 GDP റേറ്റ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്
0.2 ആണ് എന്നുള്ളത് മറക്കരുത്, ഓർത്ത് വെക്കുക. അടുത്തത് ഡിറ്റർമിൻ ഓഫ് എക്കോണമിക് ഗ്രോത്ത്, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഡെഫിനിഷൻ ഓഫ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ: the number of unit of capital required to produce 1 unit of output. അതായത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയുടെ ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 unit ഓഫ് ഔട്ട്പുട്ട്. അതൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ വേരിയബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്താണെന്നുള്ളതാണ്. ഡിഫറെന്റ് അക്രോസ് ഇൻഡസ്ട്രീസ്, എക്കോണമീസ് ആൻഡ് ടൈം പീരീഡ്. അതായത് ഒരു ടൈം പീരീഡിലുള്ള ഡിഫറെന്റ് എക്കോണമീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് ആണ് എന്ത് വേരിയബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. സ്റ്റേജ് ഓഫ് എക്കോണമിക് ഡെവലപ്മെന്റ് അഫക്ട് ദ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ വിത്ത് ഏർലി ഫേസ് ഹാവിംഗ് സ്മോളർ അഡീഷൻസ് ടു ഔട്ട്പുട്ട്. അതായത് തുടക്കത്തിൽ എന്തായിരിക്കും, ചിലപ്പോൾ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ അതിന്റെ പ്രൊഡക്ഷൻ കൂടുകയും പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ട് വരിക എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ഇൻഡസ്ട്രി വേരിയേഷൻ. ബേസിക് ഇൻഡസ്ട്രി ലൈക്ക് അയൺ, സ്റ്റീൽ ആർ മോർ ക്യാപിറ്റൽ ഇന്റൻസീവ് ദാൻ കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രീസ്. ഈ ഒരു ബേസിക് ഇൻഡസ്ട്രി ആയിട്ടുള്ള, അതായത് അയണിന്റെയും സ്റ്റീലിന്റെയും ഇതൊക്കെ എന്താണ്, ഈ കൺസ്യൂമർ ഗുഡ്സിനേക്കാൾ കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമാണ് എന്നുള്ളതാണ്. അടുത്തത് അഗ്രിഗേറ്റ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ tends to be unfavorable in initial year, improving as the development gathers momentum. അതും ഈ പറഞ്ഞ പോലെ തന്നെ കാലക്രമേണ അതും എന്താണ് ഇംപ്രൂവ്മെന്റ്സ് വരും, എക്കോണമി ഗ്രോ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജീരിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സ്കിൽസ്, എഫിഷ്യൻസീസ് ഹാൻഡ്ലിംഗ് ന്യൂ ക്യാപിറ്റൽ എക്യുപ്മെന്റ് അഫക്ട് ദ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. അതായത് എഫിഷ്യന്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. കോർഡിനേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം, simultaneous development of complementary of economic activities favorably impact the capital output ratio. അതായത് ഈ ഒരു എക്കോണമിക് ഗ്രോത്ത്, അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ ആക്ടിവിറ്റീസ് എന്തായിരിക്കണം, ഒരുപോലെ നടക്കുന്ന ഒന്നായിരിക്കണം, സൈമിൾട്ടേനിയസ്ലി നടക്കണം. അത് അങ്ങനെ ഒരുപോലെ നടക്കുമ്പോൾ മാത്രമാണ് ആ ഒരു കാര്യത്തിൽ എന്താ പറയാ, അതായത് എക്കണോമിക് ഗ്രോത്തിലോട്ട് നയിക്കുക എന്ന് പറയുന്നത്. ഫോർമുല ഫോർ rate of growth of GDP depends on the investment to income ratio and capital output ratio. Okay, അതായത് ഈ ഗ്രോത്ത് റേറ്റിന്റെ അതിന്റെ ഫോർമുലയാണ് കാണിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ടു ഇൻകം റേഷ്യോ ആൻഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, ഗ്രോത്ത് റേറ്റിന്റെ ജി ഡി പിയുടെ ഗ്രോത്ത് റേറ്റ് കാണുന്നത്. അതുപോലെ ഹൈ ഗ്രോത്ത് റേറ്റ് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് 2 പോയിന്റ്സ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക. ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിച്ചാൽ നമുക്ക് എന്താണ്, ഈ ഒരു ഹൈ ഗ്രോത്ത് ഹൈ എക്കണോമിക് ഗ്രോത്ത് നമുക്ക് ഉണ്ടാവും. അതുപോലെ എന്ത് ചെയ്യാം, പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ഡിറ്റർമിനൻസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. Occupational structure, the distribution of workforce across primary, secondary and tertiary sector affect the economic growth. അതെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വർക്ക് ഫോഴ്സിനെ 3 സെക്ടേഴ്സ് ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. അപ്പോൾ ഈ ഒരു സെക്ടേഴ്സിലുള്ള വർക്ക് ഫോഴ്സിന്റെ, അതായത് ലേബേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്കോണമിക് ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രാൻസ്ഫർ ഓഫ് വർക്ക് ഫോഴ്സ്. In the process of growth, the workforce tend to shift from primary to secondary and then to tertiary sectors. അതെ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിൽസ് കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റ് ആവുമ്പോൾ എന്ത് ചെയ്യും, വർക്കേഴ്സ് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്തു തുടങ്ങും. പ്രൈമറിയിൽ നിന്നും സെക്കൻഡറിയിലോട്ടും സെക്കൻഡറിയിൽ നിന്ന് ടെർഷ്യറി സെക്ടറിലോട്ടും എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. Examples of workforce transfers. US, France, Japan have experienced significant decline in agriculture workforce and increase in other sectors. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഗ്രികൾച്ചർ സെക്ടേഴ്സിൽ പ്രൊഡക്ഷൻ കുറയുമ്പോൾ അവിടെ ജി ഡി പി കുറയുകയും, അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ പ്രൊഡക്ഷൻ കൂടുമ്പോൾ അവിടുത്തെ ജി ഡി പി കൂടുകയും ചെയ്യുന്നുള്ളതൊക്കെ അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു വർക്ക് ഫോഴ്സിന്റെ ട്രാൻസ്ഫർ, ലേബേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് അത് അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് രാജ്യങ്ങളും അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. USA, ഫ്രാൻസ്, ജപ്പാൻ. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും ഇവരെ എന്ത് ചെയ്തു, മറ്റു സെക്ടേഴ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ അവിടെ അഗ്രികൾച്ചർ സെക്ടർ ഡിക്ലൈൻ ചെയ്തു. അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു രാജ്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒപ്റ്റിമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കേഴ്സ്. An efficient distribution of workforce across occupations boost overall productivity.
അതെ. അതായത് ഇപ്പൊ ഒരാള് അയാളുടെ മാക്സിമം അയാളുടെ മാക്സിമം കപ്പാസിറ്റി ഉപയോഗിച്ചിട്ട് അയാൾ വർക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി കൂടുന്നത്. അല്ലാതെ ഒരു ജോലിക്ക് പോയി ഒന്നും ചെയ്യാതിരിക്കുവാണെങ്കിൽ അവിടെ എന്തില്ല, പ്രൊഡക്ഷൻ കൂടുന്നില്ല. അതാണ് പറയുന്നത് ഒപ്റ്റിമം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ആൻഡ് എഫിഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് അക്രോസ് ഒക്യുപ്പേഷൻസ് ബൂസ്റ്റ് ഓവറോൾ പ്രൊഡക്ടിവിറ്റി എന്നുള്ളത്. ടെക്നോളജിക്കൽ പ്രോഗ്രസ് എ കീ സോഴ്സ് ഓഫ് എക്കോണമിക് ഗ്രോത്ത് എനേബിളിംഗ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഫ്രം ദ സെയിം റിസോഴ്സസ്. അതെ, ടെക്നോളജി വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ഇത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടെക്നോളജിക്കൽ ചേഞ്ച് സയന്റിഫിക് സ്കിൽസ് ഓഫ് ദ കൺട്രി, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, amount of GDP devoted to റിസർച്ച് ആൻഡ് ഡെവലപ്പ്. ഓക്കെ, അതായത് ഏത് ടെക്നോളജിയുടെ ചേഞ്ചിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. സയന്റിഫിക് സ്കിൽസ് ആണ്, അതുപോലെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, amount ഓഫ് GDP, റിസർച്ചിലെയും അതുപോലെ ഡെവലപ്മെന്റിനെയും ആവശ്യമായിട്ടുള്ള amount ഓഫ് GDP, അതും എന്ത് ചെയ്യുന്നുണ്ട്, ടെക്നോളജിക്കൽ ചേഞ്ചിനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. എന്തൊക്കെയാണ് എക്കണോമിക് ഗ്രോത്തിന്റെ ലിമിറ്റേഷൻസ് എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഇനീക്വാളിറ്റി ഓഫ് ഇൻകം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ വരുന്ന ഇനീക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ ഡെവലപ്മെന്റ് എക്കണോമിക് ഗ്രോ ആവുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ എന്ത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നടക്കണമെന്നില്ല. പക്ഷെ എന്താണ്, സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോവർട്ടി കുറക്കാനും ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കാനും നമുക്ക് എന്ത് ചെയ്യും, സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ പൊല്യൂഷൻ ആൻഡ് നെഗറ്റീവ് എക്സ്റ്റേണലിറ്റീസ്. അതെ, നമ്മളിപ്പോൾ എൻവയോൺമെന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റ് റിസോഴ്സസ് നമ്മൾ എടുത്തിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മേ ബി അതിന്റെ റിസൾട്ടിൽ നമുക്ക് എന്ത് ചിലപ്പോൾ വാട്ടറിനെയും എയറിനെയും നോയിസിനൊക്കെ എന്ത് ചെയ്യാം, പൊല്യൂഷൻസ് ഉണ്ടാക്കിയേക്കാം. അതെന്താണ്, ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണെന്നുള്ളതാണ്. അതുപോലെ ലോസ് ഓൺ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ത് ചെയ്യാം, നമുക്ക് റിന്യൂവബിൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷൻസ്, റിസോഴ്സിന്റെ സ്കേഴ്സിറ്റി വന്നു തുടങ്ങും അല്ലെ. നമുക്ക് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്, നമ്മൾ അതെല്ലാം എടുത്തു, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പുനരുൽപ്പാദിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ റിസോഴ്സസിന്റെ ലഭ്യത എന്തായിരിക്കും, കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു കൺക്ലൂഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പറഞ്ഞു എക്കണോമിക് ഗ്രോത്ത് ഈസ് ക്രൂഷ്യൽ ഫോർ അച്ചീവിങ് എക്കോണമി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്. അതുപോലെ ഇൻകം ഗ്രോത്ത് ഈസ് എസെൻഷ്യൽ ഫോർ ഡെവലപ്മെന്റ്. എക്കോണമിക് ഡെവലപ്മെന്റ് ഹാസ് ബീൻ ഗിവൺ ഗ്രേറ്റർ പ്രയോറിറ്റി ഇൻ റീസെന്റ് ഇയേഴ്സ്. The concept of Human Development Index has made economic development a dynamic field. Understanding economic growth is important for its measurement and process-related issues. Studying economic growth helps make development inclusive for all sections of society. Sustainable economic growth is important for ensuring development benefits everyone. Economic growth has limitations which need to be addressed. അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു. എക്കണോമിക് ഗ്രോത്ത് എന്താണ്, എക്കണോമിക് ഗ്രോത്തിന്റെ മെഷർമെന്റ് എന്താണ്, എത്ര ടൈപ്പ് ഓഫ് ഗ്രോത്ത് ഉണ്ട്, ഡെവലപ്മെന്റുമായിട്ട് ഇതെങ്ങനെ ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നു, അതിന്റെ ഓരോ രാജ്യത്തും എക്കണോമിക് ഗ്രോത്ത് വ്യത്യാസം വരാനുള്ള കാരണങ്ങൾ എന്താണ്, അതിന്റെ നാച്ചർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് ഇച്ചിരി കീവേഡ്സ് ആണ്. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണ്, പെർ ക്യാപിറ്റ ഇൻകം എന്താണ്, എക്കണോമിക് ഗ്രോത്ത് എന്താണ്, എക്സ്റ്റൻസീവ് ഗ്രോത്ത്, ഇന്റൻസീവ് ഗ്രോത്ത്, ടിക്കിൾ ഡൗൺ എഫക്റ്റ്, ഇതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. GDP എന്താണ്, ഇസ് എ മെഷർ ഓഫ് ലെവൽ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഇൻ ആൻ എക്കോണമി ഇൻ എ പെർട്ടിക്കുലർ ടൈം പീരീഡ് നോർമലി ടേക്കൺ ഇയർ ഓർ ക്വാർട്ടർ. അതെ, അതായത് ഒരു വർഷത്തിൽ ഒരു കൺട്രീന്റെ അകത്ത് നടക്കുന്ന എക്കോണമിക് ആക്ടിവിറ്റീസ്, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, GDP എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിനകത്ത് ഒരു വർഷത്തിൽ നടക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മെഷർമെന്റിനെയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് എ കൺട്രി ബൈ ടോട്ടൽ പോപ്പുലേഷൻ. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മൊത്തം ഇൻകത്തിന്റെ ടോട്ടൽ പോപ്പുലേഷനും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഇൻഡിവിജ്വൽസിനും കിട്ടുന്ന അവരുടെ ഇൻകം. Economic growth, simple definition of economic growth is that an increase in the level of output, goods and services that is sustained over long period of time. അതായത് സസ്റ്റെയിൻ ആയിട്ട് ഒരു ലോങ് പീരിയഡ് ഓഫ് ടൈമിൽ നിന്നുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുപോലെ ഇന്റൻസീവ് ഗ്രോത്തും എക്സ്റ്റൻസീവ് ഗ്രോത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റൻസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്പുട്ട്
ഉണ്ടാവുന്ന വർധനവാണ് ഇന്റൻസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞാലോ. പെർ ക്യാപിറ്റ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന ഓരോ ഇൻഡിവിജ്വൽസിന്റെയും പെർ ക്യാപിറ്റയിൽ ഉണ്ടാവുന്ന വർധനവിനെയാണെന്ന് പറഞ്ഞു. അടുത്തത് ട്രിക്കിൾ ഡൗൺ എഫക്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ്, അതായത് നെഗറ്റീവ് ലിങ്ക് ബിറ്റ്വീൻ ഇൻസിഡൻസ് ഓഫ് പോവർട്ടി ആൻഡ് ദ പ്രോസസ് ഓഫ് എക്കോണമിക് ഗ്രോത്ത്. ഇറ്റ് മീൻസ് ദാറ്റ് unless specifically focused upon the needs the marginalized section of the society, the fruit of economic growth will touch the marginalized section just shade trickle. Hence, in order to ensure that people below the levels of poverty are also benefited by economic growth, focused policies and programs are needed. അതായത് ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് എന്ന് പറയുന്നത് ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് എന്ന് പറയുന്നത് പൊതുവെ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്തെന്ന് വെച്ചാൽ, ഇപ്പോ ഈ ഒരു അത്രയും വെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് സമ്പന്നമായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന സെയിം അലവൻസും സെയിം കാര്യങ്ങളും എന്ത് ചെയ്യണം ഈ പോവേർട്ടി ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇടത്തരം ആളുകൾക്കും എന്ത് ചെയ്യുക, അവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അവർക്ക് മാത്രം ഈ ഒരു സമ്പന്നർക്ക് മാത്രം നൽകുന്ന ചില അനുകൂല്യങ്ങൾ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ നികുതിയിലുള്ള വെട്ടിക്കുറവ്, നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കുക. അതുപോലെ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ ഈ ഒരു വെൽത്തി ആയിട്ടുള്ള ആളുകൾ നമ്മൾ നേരത്തെ ഒക്കെ മെൻഷൻ ചെയ്ത പോലെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ ഒരു മാള് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ഷോപ്പ് കൊണ്ടുവരുന്നു, വലിയ വലിയ എന്തെങ്കിലും ഇതുപോലത്തെ മാളുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ത് കൊണ്ടുവരാണെങ്കിലും, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെ കൊണ്ടുവരാണെങ്കിൽ അവിടെ എന്താണ് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, കൂടുതലായിട്ട് ജോലി കാര്യങ്ങൾ കിട്ടും. അപ്പൊ അവർക്കും ആ ഒരു ഇൻകം, എല്ലാവർക്കും ഒരു നോർമൽ ഇൻകം കിട്ടും. അവിടെ ഒരു ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ശരിയായ രീതിയിൽ വരും. അതുപോലെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും എന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ട്രിക്കിൾ ഡൗൺ എഫക്റ്റിന് ചില നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഇൻകത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ, ഇൻകം ഇനീക്വാളിറ്റി വർദ്ധിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഗവൺമെന്റിന്റെ റവന്യൂ ഇത് കുറയ്ക്കാൻ കാരണമാവും എന്നും പറയുന്നു. ഇൻകത്തിലുള്ള വരുമാനം കുറയുന്നു എന്ന് പറയുന്നതിന് കാരണം, കൂടുതൽ ആനുകൂല്യങ്ങളും ഈ ഒരു വെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുമ്പോൾ അത് ഇല്ലാത്ത ആളുകൾക്ക് അതിലുള്ള ആ ഒരു ഇനീക്വാളിറ്റി വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഗവൺമെന്റിന്റെ വരുമാനം കുറഞ്ഞു പോവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടാക്സ് കാര്യങ്ങൾ അതൊക്കെ എന്ത് ചെയ്യും, ഇവർക്ക് ഇളവ് ലഭിക്കുകയും മറ്റുള്ളവർക്ക് ഇളവ് ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നികുതി ഇളവിൽ സർക്കാർ വരുമാനം എന്ത് ചെയ്യും, കുറയ്ക്കുക. അതുപോലെ സാമൂഹ്യ പരിപാടികൾക്കും അതുപോലെ പൊതു പരിപാടികൾക്കുള്ള ഫണ്ടിങ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കുറക്കുക. അങ്ങനെ വരുമ്പോഴും എന്തായിരിക്കും, ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് അവിടെ വരും എന്നുള്ളതാണ്. ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കീവേഡ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇതില് ക്വസ്റ്റ്യൻസ് ഒരു 14 ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. ഈ 14 ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യണം. ഈ നമ്മുടെ ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് വരുന്നതാണ്. നമ്മുടെ ഈ ഒരു യൂണിറ്റിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന 14 ക്വസ്റ്റ്യൻസ് ആണിത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക, പഠിക്കുക. ആദ്യം യൂണിറ്റ് പഠിക്കുക, യൂണിറ്റ് പഠിച്ചിട്ട് സ്വയം ആൻസർ ചെയ്യുക. സ്വയം ആൻസർ ചെയ്തതിന് ശേഷം മാത്രം ഇതിന്റെ ആൻസർ കീ എന്ത് ചെയ്യുക, നിങ്ങൾ റെഫർ ചെയ്യുക. അല്ലാതെ ആദ്യം തന്നെ ആൻസർ കീ പോവരുത്. അതുപോലെ നിങ്ങൾ ആദ്യം ക്ലാസ് കേൾക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, യൂണിറ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കുക, അതിനെ സ്വയം ഇരുന്ന് ആൻസർ ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ആൻസർ കീ നോക്കുക, എന്നിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് എവിടെയാണ് ശരിയായത്, എവിടെയാണ് തെറ്റിയത് മനസ്സിലാക്കിയെടുത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക. ഇപ്പൊ ഇതിൽ ഞാൻ ആൻസർ കീയും കൊടുത്തിട്ടുണ്ട്. അപ്പോ ആദ്യം തന്നെ ആൻസർ കീ പോയി നോക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻസും ഇതിൽ വരുന്ന ആൻസേഴ്സും നിർബന്ധമായിട്ടും പഠിക്കുക. യൂണിറ്റ് പഠിച്ചതിന് ശേഷം മാത്രം ഇത് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് രണ്ടാമത്തെ യൂണിറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.